നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് ബാഡ് ഫീലിങ്സ് ഉണ്ടാവാറുണ്ടല്ലേ? ബാഡ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവരുടെ സംസാരത്തിലോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് ഉണ്ടാവും. സാധാരണയാണ്, എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്തരം ബാഡ് ഫീലിങ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മളെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് പ്രധാനമായിട്ടും ഇത്തരം ബാഡ് ഫീലിങ്സുകൾ അതാത് സമയത്ത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് വളരെ നല്ലത്. ഇല്ല എങ്കിൽ നമ്മൾ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ കയറി കിടക്കും. പിന്നീട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത്തരം ബാഡ് ഫീലിങ്സുകൾ നമ്മുടെ മനസ്സിൽ കയറി കിടക്കും. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തില് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എപ്പോഴും ഇത്തരം ഫീലിങ്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതാത് സമയത്ത് തന്നെ അതിന്റെ അനുയോജ്യമായ സമയത്ത് സംസാരിച്ച് അത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ മാനസികാവസ്ഥ ശ്രദ്ധിക്കണം. നമ്മളെ പാർട്ട്ണർ ഭയങ്കര സ്ട്രെസ്സിലോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനിലോ ഇരിക്കുമ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ പോയി ചർച്ച ചെയ്യരുത്. നമ്മുടെ പാർട്ട്ണർ കൂളായിട്ടിരിക്കുന്ന സമയമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ടത്, നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. പൊതുവെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ എപ്പോഴും പ്രശ്നങ്ങളാണ്, നിനക്ക് എപ്പോഴും പരാതികളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കും. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന രീതിയിലാക്കുക. ഐ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫീലിങ്സ് അവരോട് ഷെയർ ചെയ്യും പോലെ, എനിക്ക് നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി, എനിക്ക് നീ ഇങ്ങനെ പറഞ്ഞത് ഭയങ്കര ഒരു ഫീലായി എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ആ രീതിയിൽ നമ്മളൊന്ന് മാറ്റി പിടിച്ചാൽ, എന്നുവെച്ചാൽ കുറ്റപ്പെടുത്തലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കലിന്റെ ഒരു ഫോമിലേക്ക് കാര്യങ്ങൾ മാറ്റിയാൽ ഒരു വിധത്തിൽ പ്രശ്നമില്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ പാർട്ട്ണർക്ക് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവട്ടെ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കാനുണ്ടാവും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു കേൾവിക്കാരനാവുക, നല്ലൊരു ലിസണറാവുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ കാര്യമാണ് നമ്മൾ നന്നായി കേട്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ തന്നെ നമുക്കൊരു വിധം പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ എല്ലാവരും എന്താ പറയാ, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതാത് സമയത്ത് തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ എല്ലാവർക്കും നല്ല ഹാപ്പി, അതുപോലെ നല്ല സന്തോഷമുള്ള നല്ല കുറേ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.